കേരളത്തെ വിഴുങ്ങിയ മഹാപ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയും ജീവന് വേണ്ടി കേഴുന്നവരെ ഒരേ മനസ്സോടെ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ മത്സ്യത്തൊഴിലാളികൾക്കും വേണ്ടി ഈ നാടകം ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രളയാനന്തരം. നാടകരചന സംഭാഷണം ബിജു കോതമംഗലം. ശബ്ദമിശ്രണം ഷിജു പി ഡി. സാങ്കേതിക സഹായം മോഹൻ നൂറനാട്. സംവിധാനം സോയിച്ചൻ മാത്യു. അടുത്ത ഒരു ബെല്ലോടുകൂടി ഈ കലാസൃഷ്ടി ആരംഭിക്കുന്നു. എന്തിനാടാ മനുഷ്യനെ പേടിപ്പിക്കുന്നത്? ഇടി വെട്ടിയതാ അമ്മച്ചി, ആനും പേടിച്ചു. ആദ്യമായിട്ടാണോടാ ഇടി വെട്ടുന്നത്? ഒരുമാതിരി ആന വിരണ്ടു വരുന്നത് പോലെയാ അഹങ്കാരി. ആനയായി ജനിച്ചാൽ മതിയായിരുന്നു. ആനയ്ക്കൊക്കെ ഇപ്പൊ എന്താ സുഖമാ. വർഷത്തിൽ 2 മാസം സുഭിക്ഷ ഭക്ഷണവും സുഖ ചികിത്സയും. ഹോ, ആനയുടെ ഒരു യോഗം. അതെ അതെ, ഇടയ്ക്ക് മർമ്മസ്ഥാനം നോക്കി തോട്ടി കൊണ്ടൊരു പിടുത്തവും. അതിന്റെ ഒരു കുറവ് നിനക്കുണ്ട്. അയ്യോ വേണ്ടേ, അമ്മച്ചി ഇതുവരെ കുളിച്ചില്ലേ? വെള്ളം ചൂടാക്കി വെച്ചിട്ടാണല്ലോ ഞാൻ ചന്തയ്ക്ക് പോയത്. അമ്മച്ചി പോയിന്ന് കുളിച്ചേ. അതോ ഇന്ന് കുളിക്ക് ഹർത്താലാണോ? ഇന്ന് ഹർത്താൽ ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. എടാ അഹങ്കാരി, നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കുറച്ച് മീൻ വാങ്ങി വെക്കാൻ? ജോയിക്കുട്ടിക്കാണേൽ പുഴമീൻ കറി വെക്കുന്നത് വലിയ ഇഷ്ടമാണ്. അല്ല, ഈ രാഷ്ട്രീയക്കാർ പുട്ടിന് തേങ്ങ ഇടുന്ന പോലല്ലേ ഇടയ്ക്ക് ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്? എന്റെ കുറ്റമാണോ? ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഇവന്റെയൊക്കെ അച്ചിമാർക്ക് രാവിലെ പ്രസവവേദന വരണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. അമ്മച്ചി പേടിക്കണ്ട, ഞാൻ നമ്മുടെ മൊയ്തിനക്കായെ കണ്ട് കുറച്ച് പുഴമീൻ ഒപ്പിച്ചിട്ടുണ്ട്. ദേ, നല്ല ഒന്നാന്തരം ആറ്റുവാള. എനിക്കറിയാം നീ മിടുക്കനാണെന്ന്. സഞ്ചിയിൽ നിന്നും മീനിന്റെ മണം എനിക്ക് നേരത്തെ കിട്ടിയടാ. പക്ഷേ ലിസിക്കൊച്ചമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്തോ? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, എന്തെങ്ങനെ ചെയ്താലും കൊച്ചമ്മയ്ക്ക് പിടിക്കത്തില്ലല്ലോ. ആ, ഇനി ഞാൻ ക്രിസ്ത്യാനി അല്ലാത്തത് കൊണ്ടാവും ഞാനുണ്ടാക്കുന്ന കറിക്ക് രുചി പോരാത്തത്. പക്ഷെ കുറ്റം പറയരുതല്ലോ. രുചിയില്ലെന്ന് പറയുമെങ്കിലും പാത്രത്തിൽ മിച്ചം ഒന്നും കാണാറില്ല. എടാ മീനെ, നിന്നെ തിന്നിട്ട് കുറ്റം പറഞ്ഞാൽ നിന്റെ തെറിവിടി കൂടി ഞാൻ കേൾക്കേണ്ടി വരും. മുകുന്ദ മോനെ, ജാതിയും മതവും നോക്കിയാണോടാ ഞാൻ നിന്നെയും നീ എന്നെയും സ്നേഹിക്കുന്നത്? മഴ തോരുന്നില്ലല്ലോ മുകുന്ദ. ഇങ്ങനെ പെയ്താൽ വെള്ളം ഇങ്ങ് പുരയ്ക്കകത്തെത്തുമല്ലോടാ. എയർപോർട്ടിൽ നിന്ന് പിള്ളേരെ എങ്ങനെയാടാ ഇങ്ങോട്ട് വരിക? മഴയും പ്രളയവും ഒക്കെ തുടർക്കഥയാമച്ചി. പണ്ടിത് മലനാടായിരുന്നു, ഇപ്പോൾ JCB കാടായി. ഹൈവേയിൽ പ്രശ്നമൊന്നുമില്ല, അവർ ഉടനെ ഇങ്ങെത്തും. അമ്മച്ചി പോയിന്ന് കുളിച്ചേ, അപ്പോഴേക്ക് ഞാൻ ഈ മീനൊന്ന് പെരുമാറാം. എന്റെ പൊന്നേ, ദേ വരുന്നു നമ്മുടെ തറക്കണ്ടത്തിലച്ഛൻ. ഒന്നുകിൽ പള്ളിപ്പിരിവിന്, അല്ലെങ്കിൽ പള്ളിയിൽ വരാത്തവരെ ശകാരിക്കാൻ. അല്ലാതെ ഇടയൻ കുഞ്ഞാടുകളെ തിരക്കി ഇറങ്ങാറില്ലല്ലോ. അല്ല, തറക്കണ്ടത്തിലച്ഛനോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അല്ല, ആ സുഖപ്പീര് കഴിഞ്ഞ് നീ എന്താണ് പറഞ്ഞത്?
തറക്കണ്ടത്തിലച്ഛനെന്ന്. ഒന്നുകൂടി പറ. തറക്കണ്ടത്തിലച്ഛനെന്ന്. അങ്ങനെയേ പറയാവൂ, ഇല്ലെങ്കിൽ ഞാൻ തറയാകും കേട്ടോട മരങ്ങോട. അച്ചോ, അച്ഛന് പഞ്ചാബി പാട്ടുകൾ ഇഷ്ടമാണോ? എടാ, സംഗീതത്തിന് ഭാഷയുടെ അതിർവരമ്പുകളില്ലല്ലോ. കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും പോപ്പും റോക്കും എല്ലാം എനിക്കിഷ്ടമാണ്. എന്റെ മൊബൈലിൽ ഒരു അടിപൊളി പാട്ടുണ്ട്, അതൊന്ന് കേൾപ്പിക്കട്ടെ. അത് കേട്ടാൽ അച്ഛന് ആനന്ദദായകനാകും. ആ, കേട്ടോ. ആ, നിർത്തടാ. കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തല്ലേ, വിവരമറിയും. ചേട്ടത്തി എന്തിയടാ? അകത്തുണ്ടച്ചോ, വിളിക്കാം. അമ്മച്ചിയേ, അമ്മച്ചി, നമ്മുടെ അച്ഛൻ വന്നിരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ചേട്ടത്തി, കുറച്ച് ദിവസങ്ങളായിട്ട് പള്ളിയിലേക്കൊന്നും കാണുന്നില്ലല്ലോ? ഇടതുകാലിന്റെ വേദന മാറുന്നില്ല അച്ചോ. പിന്നെ ഈ തണുപ്പും മഴയും ദേ കണ്ടില്ലേ, 4 അടി വെള്ളം കൂടി വന്നാൽ തോണി പുരയിലെത്തും. ഈ വർഷം എന്താണാവോ ഇങ്ങനെ? കാലവർഷം കൂടുതലാ ചേട്ടത്തി. അല്ല അച്ഛാ, ഒരു സംശയം. എന്താ? അതെ, നമ്മുടെ ഈ ഇടുക്കി അണക്കെട്ടെ തറ നിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാ? മുകുന്ദ, നീ പോയി അച്ഛനൊരു ചായ എടുക്ക്. അച്ഛൻ അറിഞ്ഞോ ഇന്ന് ജോയിക്കുട്ടിയും ലിസിയും മക്കളും വരുന്നത്? ഇവനെ ചേട്ടത്തി കുറച്ച് കൂടുതൽ കൊഞ്ചിക്കുന്നോ എന്നൊരു സംശയം. എടാ, ഏതായാലും എനിക്കിപ്പം ചായയൊന്നും വേണ്ട. ജോയിക്കുട്ടി വരുന്ന വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോ. കഴിഞ്ഞ ദിവസം അവൻ വിളിച്ചപ്പോഴാ ഞാനും അറിഞ്ഞത്. അറിയാതിരിക്കുന്നതാ നല്ലത്. ഇനി ഈ വീട്ടിലെ വഴക്കും വക്കാണവും തീർക്കലായിരിക്കുമല്ലോ എന്റെ പ്രധാന പണി. കഴിഞ്ഞ അവരുടെ അവധിക്കാലം ചേട്ടത്തിക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് കൂടുതൽ സന്തോഷമൊന്നും വേണ്ട. ചേട്ടത്തിയെ വൃത്തസ്ഥാനത്തിലാക്കാതിരിക്കാൻ ലിസിയുടെ കാല് പിടിക്കേണ്ടി വരെ വന്നു. ഈ പ്രാവശ്യം ഇനി എന്താണാവൂ? കഴിഞ്ഞത് വെള്ളപ്പൊക്കമെങ്കിൽ ഇനി വരുന്നത് പ്രളയമായിരിക്കും. നീയും അങ്ങനെ സംഭവിച്ചാൽ ഈ കയ്യും പിടിച്ച് ഞാനും ഉണ്ടാകും അമ്മച്ചിയുടെ കൂടെ. എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ. ശരി, അപ്പൊ ഞാൻ ഇറങ്ങുന്നു. എനിക്കൊന്ന് ആ പ്രൈമറി സ്കൂൾ വരെ പോകണം. തിരികെ വരുമ്പോൾ ഒന്ന് കയറാൻ നോക്കാം. അപ്പൊ ജോയ്ക്കുട്ടിയും കുടുംബവും എത്തുമല്ലോ. വീണ്ടും മഴ പെയ്യാൻ തുടങ്ങുകയാണല്ലോ. എടാ, നീ ഇങ്ങ് വന്നേ. എന്താ അമ്മച്ചി? എടാ, അച്ഛന്മാരോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് നിനക്കറിയില്ലേ? അവർ കർത്താവിന്റെ പ്രതിപുരുഷന്മാരാ. നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കണം. അമ്മച്ചി,
എനിക്ക് അച്ഛനോട് നല്ല ബഹുമാനവും സ്നേഹവും ഉണ്ട്. അതുപോലെ തന്നെ അച്ഛൻ എന്നോടും നല്ല സ്നേഹമാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ചെറിയ തമാശകൾ പറയുന്നത്. നീ ആ തുണി എടുത്ത് മുറിയൊക്കെ ഒന്ന് തുടയ്ക്ക്. അവരിങ്ങ് വരാറായി. അമ്മച്ചി, അല്ല, ഇതാര്? എന്റെ പൊന്നുമോനല്ലേ? നീ അങ്ങ് വലുതായല്ലോ കുട്ടാ. അമ്മച്ചി നിന്നെ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ ജോയി. എന്തു പറ്റിയടാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മച്ചി. എന്റെ നോട്ടത്തിൽ ക്ഷീണം അമ്മച്ചിക്കാ. കാലിന്റെ വേദന കുറവുണ്ടോ? ഞാനുള്ളത് കൊണ്ട് അമ്മച്ചിക്ക് മരുന്നും ആഹാരവും കൃത്യമായി കൊടുക്കുന്നുണ്ട്. അങ്ങാടിയിലെ വൈദ്യന്റെ അടുത്തുനിന്ന് കുഴമ്പും കഷായം വാങ്ങിക്കൊടുത്തതുകൊണ്ട് കാലിന്റെ വേദന അല്പം കുറവുണ്ട്. നീത്തുമോളെ, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഓ, ഒന്നുമില്ല അമ്മച്ചി. മോളെ ലിസി, നിങ്ങൾ വരുന്ന വഴിക്ക് വല്ലതും കഴിച്ചിരുന്നോ? പോയി ഉടുപ്പ് മാറി കുളിച്ചിട്ട് വാ, നമുക്ക് ചോറുണ്ണാം. ആ, കുറച്ച് കഴിയട്ടെ അമ്മച്ചി. ഞാൻ പറഞ്ഞിട്ട് വേണോ നിനക്ക് പെട്ടിയൊക്കെ ഒന്ന് എടുത്തു വെച്ചുകൂടെ? മമ്മി, ഐ ഹേറ്റ് ദിസ് പ്ലേസ്. ആകെ ഒരു ഡേർട്ടി സ്മെൽ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജിദ്ദ എത്ര ബെറ്റർ ആയിരുന്നു അല്ലേ മമ്മി? പപ്പയുടെ മമ്മിയുടെ ജോലി പോകാതിരുന്നേൽ അവിടെ തന്നെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു. നീ എന്താ മോളെ ഈ പറയുന്നത്? ജോയിയുടെയും ലിസിയുടെയും ജോലി പോയെന്നോ? ദൈവമേ! അവൾ പറഞ്ഞത് സത്യമാ. അവിടുത്തെ സ്വദേശിവൽക്കരണം മൂലം 3 മാസം മുന്നേ ജോയിയുടെ ജോലി പോയതാ. ഇപ്പോൾ എന്റെയും. ഇനി പഴയ പോലത്തെ ജീവിതമൊന്നും നടക്കില്ല. കുറച്ച് ചിലവ് ചുരുക്കി ജീവിച്ചാൽ എല്ലാവർക്കും നല്ലത്. ജോയിച്ച, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ ലിസി, എന്താ പ്രശ്നം? ഇവിടെ എന്താ ഭൂകമ്പം ഉണ്ടായോ? ആ, ഭൂകമ്പം തന്നെയാ. അന്നേ ഞാൻ പറഞ്ഞതാ ഇപ്പോൾ പുതിയ വീട് വെക്കണ്ടാന്ന്. കണ്ടില്ലേ ഈ വീടിന്റെ ഒരു കോലം? ഞാനവിടെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് കെട്ടിപ്പൊക്കിയതാ ഇത്. വീടാകെ നശിപ്പിച്ചു വെച്ചിരിക്കുന്നു. വേലക്കാരനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മോളെ, അവനെല്ലാം വൃത്തിയായിട്ടാണല്ലോ ഇട്ടിരിക്കുന്നത്. അതെ അതെ, അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ ആകെ കുഴമ്പിന്റെ മണമാ. എനിക്കാണെങ്കിൽ ഛർദിക്കാനും വന്നു തുടങ്ങി. ദേ, എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരമുണ്ടാക്കണം. അല്ലെ ഞാനും പിള്ളേരും എന്റെ വീട്ടിലോട്ട് പോകും. പറഞ്ഞേക്കാം. നീ സമാധാനിക്ക്, നമുക്ക് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനിക്കുന്ന കാര്യമാ ജോയ്ക്കുട്ടി നിങ്ങൾ പറഞ്ഞു വരുന്നത്? നീ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട. വേലക്കാരൻ വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാൽ മതി. ഓ, ശരി കൊച്ചമ്മേ. ലിസിമോളെ,
അവനെ ഈ വീട്ടിലെ വേലക്കാരനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത്, സ്വന്തം മകനെ പോലെയാണ് കാണുന്നത്. സ്വന്തം മകൻ ഞാൻ ശരിയാക്കി തരാം. ജോയ്ക്കുട്ടി, എനിക്ക് സ്വന്തമെന്ന് പറയാൻ കട്ടപ്പനയിലുള്ള അമ്മാവൻ മാത്രമേ ഉള്ളൂ. എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം. ഒരാഴ്ചക്കകം തിരിച്ചു വരാം. ഇപ്പോൾ അമ്മച്ചിയുടെ കൂടെ നിങ്ങളുണ്ടല്ലോ. ആ, കുഴപ്പമില്ല, നീ വേണമെങ്കിൽ പോയിക്കോ. അമ്മച്ചിയുടെ കാര്യം അമ്മച്ചി തന്നെ നോക്കിക്കൊള്ളും. അതിനുള്ള ആരോഗ്യം ഇപ്പോഴുണ്ട്. അമ്മച്ചി, ഞാൻ കട്ടപ്പന വരെ ഒന്ന് പോയി വരാം. അമ്മച്ചി കൃത്യസമയത്ത് ഭക്ഷണവും മരുന്നും എല്ലാം കഴിക്കണം കേട്ടോ. ശരി മോനെ, നീ പോകാൻ നോക്ക്. 5:30 ട്രാൻസ്പോർട്ടിന് പോയാൽ ഇരുട്ടുന്നതിന് മുമ്പേ അങ്ങ് ചെല്ലാം. വഴിച്ചിലവനുള്ളത് ജോയിച്ചിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചോ കേട്ടോ. ചോദിക്കുമ്പോ എടുത്തു തരാൻ ജോയിച്ചൻ പണം കായ്ക്കുന്ന മരമൊന്നുമല്ല. അവന്റെ ശമ്പളവും ഇവിടുത്തെ ചിലവും അമ്മച്ചിയുടെ മരുന്നിനും കൂടി എത്ര പണമാ ഓരോ മാസവും ചിലവഴിക്കുന്നതെന്നറിയാമോ? അമ്മച്ചി, see my toy. എന്നതാടാ ഇത്ര കെട്ടിപ്പിടിക്കാൻ? അല്ലേ തന്നെ ഭയങ്കര കുഴമ്പിന്റെ മണമാ. കുളിക്കാതെങ്ങാനും മുറിയിലേക്ക് വന്നാൽ നല്ല അടി കിട്ടും, പറഞ്ഞേക്കാം. പിള്ളേരെ ഓരോന്ന് പറഞ്ഞു മയക്കി നിർത്തിയിരിക്കുന്നത് കണ്ടില്ലേ? മോളെ, നീയും ഒരമ്മയല്ലേ, അത് മറക്കരുത്. ഇതെല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട്. ദേ തള്ളേ, കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട കേട്ടോ. ഓ ദൈവമേ, എത്രയോ ആളുകൾ ദിനം പ്രതി മരിക്കുന്നു. മുടിപ്പിക്കാനായിട്ട് കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുക. മമ്മി, എന്റെ ടാബ് എവിടെ വെച്ചിരുന്നത്? എനിക്ക് വേണമായിരുന്നു. ആ, എനിക്കറിയില്ല, നീ വേണേ പോയി നോക്ക്. നീത്തുമോളെ, നാളെ പള്ളിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം കേട്ടോ. കുറച്ച് നാളായി പള്ളിയിൽ പോയിട്ട്. ഞാനെങ്ങും വരുന്നില്ല. അമ്മച്ചി തന്നെ അങ്ങ് പോയാ മതി. പോകുന്ന വഴി എല്ലാം ഡേർട്ടിയാ. ജോയിച്ച, അമ്മച്ചിയുടെ കാര്യത്തില് നമുക്കൊരു തീരുമാനം പെട്ടെന്ന് എടുക്കണം. കഴിഞ്ഞ തവണത്തേതുപോലെ ആകരുത്. അതിന് ഞാനെന്ത് ചെയ്യാനാ? എന്റെ കുഴപ്പമല്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കാമെന്ന് വെച്ചതാ. അപ്പോഴേക്കും ആ അച്ഛൻ പാരയായി വന്നത്. പപ്പ, ദേ പള്ളിയുടെ അച്ഛൻ വന്നു. മുടിഞ്ഞ ആയുസ പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടില്ല, ദേ വരുന്നു തറക്കണ്ടം. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ വന്നിട്ട് കുറെ നേരമായോ? യാത്രയൊക്കെ സുഖമായിരുന്നു ജോയിച്ച. എന്താ ലിസമ്മേ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഓ, ഒന്നുമില്ല അച്ഛോ. അച്ഛനെന്താ പിരിവിനിറങ്ങിയതാണോ? അല്ല, പള്ളിപ്പെരുന്നാൾ അടുത്തു വരികയല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. നിന്റെ പിരിവൊന്നും വേണ്ട ലിസമ്മേ. ഞാൻ ആ സ്കൂൾ വരെ ഒന്ന് വന്നതാ. നിങ്ങൾ വരുന്നെന്നറിഞ്ഞ് ഒന്ന് കാണാൻ കയറിയതാ. നിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ലല്ലോ ലിസി. എന്നാ ഞാൻ ഇറങ്ങുന്നു ജോയി.
എന്നാ ശരി അച്ഛാ. നീ എങ്ങനെ പറഞ്ഞുകൊണ്ടാവും അച്ഛനുടനെ പോയത്? അച്ഛൻ തറക്കണ്ട മാണേൽ ഞാൻ അതിലും വലിയ തറയാ. പിരിവെങ്ങാനും അങ്ങേര് ചോദിച്ചിരുന്നേൽ ഇന്ന് തറക്കണ്ടവന്റെ സ്വഭാവം അറിഞ്ഞേനെ. ചോദിച്ച നമുക്ക് 2 ദിവസം പുറത്തു പോയി ഒന്ന് ഫ്രഷായി വന്നാലോ? നീ പോയി കുളിച്ച് റെഡിയാക്. നമുക്ക് മൂന്നാറിലെ ബാബുച്ചായന്റെ വീട് വരെ ഒന്ന് പോകാം. അവിടെ ഇപ്പൊ നല്ല തണുപ്പാ. 2 ദിവസം അവിടെ തങ്ങിയിട്ട് തിരിച്ചു വരാം. പിള്ളേരെയും കൂട്ടി റെഡിയാക്. മോനെ, നിങ്ങൾ എവിടെ പോകുന്നേ? ലിസിയും പിള്ളേരും ഒരുങ്ങുന്നുണ്ടല്ലോ. ഒരു കല്യാണത്തിന് പോകുക. അവളുടെ കൂട്ടുകാരിയുടെ മകളുടെ കല്യാണമാ. പെട്ടെന്ന് തിരിച്ചു വരും. ജോയി, നിങ്ങൾ പോയാൽ പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? മുകുന്ദനുമില്ലല്ലോ. ഏതു നേരവും അമ്മച്ചിയെ നോക്കി ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളുണ്ട്. നിങ്ങളിവിടെ ഇരുന്നാൽ മതിയോ? ഡ്രസ്സൊന്നും മാറുന്നില്ലേ? വേഗം റെഡിയായിട്ട് വാ. ലിസിമോളെ, നിങ്ങൾ പോകുമ്പോൾ നീതുവിനെയെങ്കിലും ഇവിടെ നിർത്തിയിട്ട് പോ. എനിക്കാണേ തീരെ വയ്യ. പിന്നെ നിങ്ങൾക്ക് കൂട്ടിരിക്കാനല്ല ഞാൻ എന്റെ മക്കളെ വളർത്തുന്നത്. അമ്മച്ചി, അമ്മച്ചി ഞങ്ങളുടെ കൂടെ വാ. ബിനു, മൈൻഡ് യുവർ ഡ്രസ്. കം ഹിയർ. നോ നോ. ബിനു, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അമ്മച്ചി, അമ്മച്ചിക്ക് എന്താ പറ്റിയത്? ദൈവമേ, ഇവിടെ ആരുമില്ലേ? ജോയ്ക്കുട്ടി, ജോയ്ക്കുട്ടി. മോനെ, കുറച്ച് വെള്ളം. ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ, ഹലോ, അച്ഛനല്ലേ? ഞാനാ മുകുന്ദൻ. അച്ഛനൊന്ന് പെട്ടെന്ന് ഇവിടെ വരെ വരണം. അമ്മച്ചിക്ക് തീരെ വയ്യ. അമ്മച്ചി, ഞാനൊരു ചൂടുകാപ്പി ഉണ്ടാക്കി തരാം. ചേട്ടത്തി, എന്താ പറ്റിയത്? ജോയും ലിസിയും എവിടെ? ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് നിൽക്കാൻ പോലും വയ്യ അച്ചോ. അവരെവിടെയോ കല്യാണത്തിന് പോയേക്കുവാ. 2-3 ദിവസമായി ഇതുവരെ വന്നില്ല. മുകുന്ദ, നീ പോയി എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ടുവാ. നശിച്ച കൂട്ടങ്ങൾ സ്വന്തം അമ്മയെ പട്ടിണിക്കിട്ടിട്ട് പോയിരിക്കുന്നത് കണ്ടില്ലേ? അച്ചോ, ഞാൻ പോരുന്ന വഴിക്ക് കട്ടപ്പനയിൽ നിന്ന് കുറച്ച് പലഹാരങ്ങളും ഏത്തപ്പഴവും വാങ്ങിയിട്ട് അതിപ്പോൾ കൊടുക്കാം. ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നത് ഇത്ര നന്നായി.
എന്നാലും ചേട്ടത്തി, ഈ ജോയിക്ക് എങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്യാൻ തോന്നുന്നു? കാലം പോയൊരു പോക്കേ, അല്ലാതെന്തു പറയാൻ. അവൻ ഈ പാവം മുകുന്ദനെ കണ്ടു പഠിക്കട്ടെ. എന്നാലും അച്ചോ, എന്തൊരു സാധനങ്ങളാ! സ്വന്തം അമ്മയെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കുന്നു. ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ മോനെ. പിന്നെ പറയാതെ, ഇത്രയും ക്രൂരമായി പെരുമാറുന്ന മക്കളുണ്ട്. 10 മാസം ചുമന്ന് പ്രസവിച്ച തള്ളമാരെ വേദനിപ്പിച്ചാൽ ദൈവം പോലും പൊറുക്കില്ല. ഇപ്പോഴത്തെ ലോകം ഇങ്ങനെയാടാ. ആർക്കും ദൈവഭയമില്ലാതായി. വീടുകളിൽ കുടുംബ പ്രാർത്ഥന അന്യം നിന്ന് തുടങ്ങി. ലോകം അവസാനിക്കാറായെന്ന് തോന്നുന്നു. അമ്മച്ചിയെ അകത്തു കൊണ്ടുപോയി കിടത്ത്. വേണ്ടച്ചോ, നിങ്ങളെ കണ്ടപ്പോ എനിക്ക് സമാധാനമായി. പിള്ളേർ ഇതുവരെ വന്നില്ലല്ലോ. കണ്ടോ കണ്ടോ, ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോഴും സ്നേഹത്തോടും മക്കളെ നോക്കിയിരിക്കുന്ന കണ്ടില്ലേ? അങ്ങനെയാടാ. അമ്മമാർക്ക് എപ്പോഴും മക്കളോട് സ്നേഹമേ ഉള്ളൂ. എന്നാൽ അവർ തിരിച്ചു നൽകുന്നതോ ഇതുപോലെയുള്ള വിഷമങ്ങളും. ആഹാ, എന്താ എല്ലാവരും ഉണ്ടല്ലോ. ഒരാഴ്ചത്തെ അവധിക്ക് പോയ നീയും നേരത്തെ ഇങ്ങോട്ട് പോന്നോ? ഈ അച്ഛന് പള്ളിയിൽ പണിയൊന്നുമില്ലേ? ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയിരിക്കുന്നത് എന്തിനാണാവോ? അമ്മച്ചിക്ക് എന്താ പറ്റിയത്? നീ ഇങ്ങോട്ട് വരുന്നോടാ? പോയി ഡ്രസ് മാറ്റിയിട്. കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിന് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടാണോ ഇവിടുന്ന് പോയത്? അമ്മ 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്. നിങ്ങൾക്കറിയോ, ഇത്രയും കാലം ഒരു കുറവും കൂടാതെ ഞാൻ അമ്മയെ നോക്കിയതാ. 2 ദിവസം ഇവർ നോക്കിയപ്പോഴേക്കും അമ്മച്ചി ഈ അവസ്ഥയിലായി. കഷ്ടം. ഒന്നുമല്ലേലും നിന്നെ നൊന്തു പ്രസവിച്ച അമ്മയല്ലേടാ ഇത്. ദൈവം പോലും നിന്നോട് പൊറുക്കില്ല. മുകുന്ദ, നീ മിണ്ടരുത്. നിനക്കവനെ ശാസിക്കാൻ ഒരവകാശവുമില്ല. വയറ്റിൽ പിറന്നതുകൊണ്ട് മാത്രം മകനാകില്ല. മകന്റെ കടമോൾ കൂടി ചെയ്യണം. നീ ഇപ്പോഴും അവളുടെ അടിമ തന്നെ. ആണായി ജീവിക്കടാ. അച്ഛനും ജോലിക്കാരനും എന്താ ഈ തള്ളയുടെ കാര്യത്തിൽ ഇത്ര വലിയ ആവലാതി? കഴിഞ്ഞ തവണ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കണമെന്ന് വിചാരിച്ചതാ. ഈ അച്ഛൻ കാരണം വന്നത് നടക്കാതെ പോയത്. ഈ തവണ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. വേണ്ട ലിസമ്മേ, നീ അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ. നിങ്ങൾക്ക് ഈ അമ്മച്ചിയെ വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. പള്ളിവക ശാന്തി ഭവനത്തിൽ അമ്മച്ചിക്ക് സുഖമായി കഴിയാം. അമ്മച്ചിയെ പോലുള്ള ഒത്തിരി പേരുണ്ടല്ലോ അവിടെ. നീ എന്തു പറയുന്നു ചോദിച്ചാ? എന്താ നിന്റെ അഭിപ്രായം? ഞാൻ എന്താ അഭിപ്രായം പറയാൻ? അച്ഛന് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വിട്ടേക്കരുത്. ലിസാമ്മേ, നീയും ഒരമ്മയാണ്, അത് മറക്കരുത്. നീ വിതയ്ക്കുന്നതായിരിക്കും നീ കൊയ്യുന്നത്. ജോയിച്ചാ, നീ അവളുടെ വാക്ക് കേട്ട് സ്വന്തം അമ്മയെ ഉപേക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. മുകുന്ദ, നീ പോയി അമ്മയുടെ ഡ്രസ്സെല്ലാം എടുത്ത് ബാഗിലാക്കി കൊണ്ടുപോവാ. അമ്മച്ചി എങ്ങോട്ടും പോവണ്ട. അമ്മച്ചി ഇവിടെ തന്നെ നിന്നാ മതി. പപ്പ പപ്പ അമ്മച്ചീനെ വിടില്ലേ പപ്പ? കേറി പോകുന്നുണ്ടോടാ അകത്ത്? നീതു, ഇവനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോ.
അച്ചോ, ഇന്ന് അമ്മച്ചിയുടെ തുണികളും മരുന്നും. അമ്മച്ചി അച്ഛൻ്റെ കൂടെ ചെല്ല്. മരുന്നെല്ലാം ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. എല്ലാം സമയത്ത് കഴിക്കണം കേട്ടോ. അമ്മച്ചി ഇല്ലാത്ത ഈ വീട്ടിൽ ഇനി ഞാനും നിൽക്കുന്നില്ല. മോനെ ജോയ്ക്കുട്ടി, ഞാൻ പോകുകയാടാ. ലിസിമോളെ, ഞാൻ ഇറങ്ങുകയാണ്. ഇനി നിനക്കൊരു ബാധ്യതയായി ഞാൻ ഉണ്ടാകുകയില്ല മോളെ. ഈ അമ്മച്ചിയുടെ കണ്ണുനീരിന്റെ വില നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ജോയ്ക്കുട്ടി. പട്ടണങ്ങൾ മുങ്ങി. പത്തനംതിട്ടയിൽ രണ്ടാം ദിനവും രക്ഷ കിട്ടാതെ നൂറുകണക്കിന് പേർ. തുണയായി സൈന്യം. രക്ഷാപ്രവർത്തനം സൈന്യത്തെ പൂർണ്ണമായി ഏൽപ്പിക്കണമെന്ന് പ്രതിപക്ഷം. ചാലക്കുടി പുഴയുടെ ഇരുകരകളിലും 1 കിലോമീറ്റർ പരിധിയിലുള്ളവർ മാറണം. ആലുവയിലും വെള്ളമെത്തിയതിന്റെ 1/2 കിലോമീറ്റർ പരിധിയിലുള്ളവരും ഒഴിയണം. ഭൂതത്താൻകെട്ട്, പെരിങ്ങൽകുത്ത് ഡാമുകൾ കവിഞ്ഞൊഴുകുന്നു. ജലനിരപ്പ് ഇനിയും ഉയരും. തിരുവനന്തപുരം ട്രെയിൻ സർവീസ് നിർത്തി. എറണാകുളം, ഷൊർണൂർ, പാലക്കാട് റൂട്ടിലും നാളെ 4 മണി വരെ ട്രെയിനില്ല. പാലക്കാട് കൊച്ചി ദേശീയപാതയിൽ പലയിടങ്ങളിൽ തടസ്സം. കുതിരാനിൽ മണ്ണിടിഞ്ഞ് വാഹനങ്ങൾക്ക് മുകളിൽ വീണു. കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്കുള്ള 2 വഴിയും അടഞ്ഞു. MC റോഡിലും ആലപ്പുഴ AC റോഡിലും ഗതാഗത തടസ്സം. അച്ചോ, രക്ഷിക്കണം അച്ചോ. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ പടച്ചോനെ, എല്ലാം പോയല്ലോ. എന്തു പറ്റി മൊയ്തീനെ? കാര്യം പറ. ഞമ്മന്റെ എല്ലാം നഷ്ടപ്പെട്ടച്ചോ. പടച്ചോന്റെ കൃപ കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. എന്റെ മീൻകടയും ഇറച്ചിക്കടയും എല്ലാം ആ വെള്ളത്തിൽ ഒഴുകിപ്പോയി. സാരമില്ല മൊയ്തീനെ, നീ സമാധാനിക്ക്. ദൈവം തന്നത് ദൈവം തന്നെ തിരിച്ചെടുത്തുന്നുള്ളൂ. ഈ പ്രളയത്തിൽ നിന്നെപ്പോലെ എല്ലാം നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് ഇവിടെ. പടച്ചോൻ തന്ന ശിക്ഷ പാവം മിണ്ടാപ്രാണികളുടെ പ്രാക്കായിരിക്കും. എന്തൊരു മഴയായത്! കിഴക്കമലയിലെല്ലാം ഉരുൾപൊട്ടിയെന്ന് പറയുന്നു. കവലയിലെ കടകളെല്ലാം വെള്ളത്തിനടിയിലായി. അതെ, ഡാമുകളെല്ലാം തുറന്നുവിട്ടിരിക്കുകയല്ലേ. പ്രത്യേകിച്ച് ഇടുക്കിയും മുല്ലപ്പെരിയാറും ചെറുതോണിയും കൂടി തുറന്നുവിട്ടപ്പോൾ വെള്ളം അങ്ങ് പൊങ്ങി. ആ പുഴയോരത്തുള്ള ആളുകളെല്ലാം മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അച്ചോ, ആ വരുന്നത് നമ്മുടെ മുകുന്ദനല്ലേ? ആ, ശരിയാണല്ലോ. അച്ചോ, ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലേ? നമ്മുടെ പള്ളിയുടെ താഴെ വരെ വെള്ളമെത്തി. അങ്ങാടിയുടെ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു വള്ളത്തിൽ കയറിയാ ഞാനും ഇങ്ങോട്ട് വന്നത്. ശാന്തിഭവനത്തിലുള്ള അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നീ എന്തിനാ മൊയ്തീനെ വിഷമിച്ച് നിൽക്കുന്നത്? ആരുമില്ല. ശാന്തിഭവനം കുറച്ച് ഉയരത്തിലായതുകൊണ്ട് അവിടെ വെള്ളം കയറിയില്ല. അവിടെയുള്ളവരെല്ലാം ഈ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമ്മച്ചിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലടാ, ദൈവം സഹായിച്ച് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. ജോയ്ക്കുട്ടിയെയും പിള്ളേരെയും കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ അച്ചോ? ദൈവമേ, എൻ്റെ മക്കളെ കാത്തോളണേ. ഇതുവരെ ഒന്നും അറിയില്ല ചേട്ടത്തി. നേവിയുടെ ഉദ്യോഗസ്ഥരും മത്സ്യത്തൊഴിലാളികളും
ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അച്ചോ, ഞാനൊന്ന് പോയി തിരക്കിയിട്ട് വരട്ടെ. എന്നാ ഞമ്മളും കൂടെ വരാം. സൂക്ഷിക്കണം കേട്ടോ, കിഴക്കൻ മലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്, നല്ല ഒഴുക്കും. എന്നാ ഞങ്ങ പോയി വരാം. പടച്ചോനെ, ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ജോയിക്കുട്ടിയും പിള്ളേരും സുരക്ഷിതരായിരിക്കും അല്ലേ അച്ചോ? ചേട്ടത്തി പേടിക്കണ്ട, എല്ലാം ഈശോയുടെ കൈകളിൽ ഏൽപ്പിക്കാം. അച്ചോ, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അവിടെ ഭക്ഷണം കഴിക്കാൻ ഇനിയുമുണ്ട് ആളുകൾ. അച്ചോ, അച്ചോ! ദൈവമേ, മൊയ്തീനാണല്ലോ. മൊയ്തീനെ, നീ എന്തിനാ കരയുന്നത്? എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചോ? മുകുന്ദൻ എന്തിയേടാ? അച്ചോ, ജോയിക്കുട്ടിയുടെ അമ്മച്ചി എന്തിയേ? പടച്ചോനെ, നമ്മളിത് അമ്മച്ചിയോട് എങ്ങനെ പറയും? നീ എന്നെ വിഷമിപ്പിക്കാതെ കാര്യം പറയടാ. പോയി അച്ചോ, ഇതിലും നല്ലത് ആരുമില്ലാത്ത എന്നെ അങ്ങ് എടുത്താ മതിയായിരുന്നു. എന്താടാ കാര്യം? ഞങ്ങ അവിടേക്ക് വള്ളക്കാരൻ കൂട്ടി ചെല്ലുമ്പോ അമ്മച്ചിയുടെ വീട് പകുതിയോളം വെള്ളത്തിൽ മുങ്ങിയിരുന്നു. വീടിന് മുകളിലുള്ള ഒരു തൂണിൽ ഒഴുകി പോകാതെ ജോയിക്കുട്ടിയും ലിസിയും പിള്ളേരും മുറുകെ പിടിച്ചിരിക്കുന്നതാ കണ്ടത്. എന്നിട്ട് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മുടെ ബിനുമോനും മുകുന്ദനും ഒഴുക്കിപ്പെട്ടച്ചോ. എന്റെ ഈശോയെ, ഈ കാര്യം ഞാൻ എൽസമ്മച്ചേട്ടത്തി എങ്ങനെ അറിയിക്കും? എന്നിട്ട് ജോയും പിള്ളേരും എന്തിയേ? അവരെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനിനി എന്തിനു ജീവിക്കണം അച്ചോ? മോനെ ജോയി, എല്ലാം ദൈവഹിതമെന്ന് കരുതി സമാധാനിക്കുക. നിങ്ങളുടെ നഷ്ടത്തിന്റെ വേദന ഞാനും മനസ്സിലാക്കുന്നു. ജോയി മോനെ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? എല്ലാം ദൈവം കാത്തു. അമ്മച്ചി, എന്താ? എന്തു പറ്റി മോളെ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? മോളെ ലിസി, നീയെങ്കിലും ഒന്ന് പറ. എന്റെ ബിനുമോൻ എവിടെ? മൊയ്തീനെ, നിന്റെ കൂടെ വന്ന എന്റെ മുകുന്ദൻ എവിടെ? ഈ പ്രളയം എന്റെ ബിനുമോനെയും മുകുന്ദനെയും കൊണ്ടുപോയി അമ്മച്ചി. ആര് കൊണ്ടുപോയെന്നാ നീ പറയുന്നത്? പോയി വിളിച്ചു കൊണ്ടുവാ. എന്റെ മക്കളെ എനിക്ക് ഇപ്പൊ കാണണം. എൽസമ്മച്ചേട്ടത്തി, അവരെ കൊണ്ടുപോയത് മനുഷ്യരാരുമല്ല, മനുഷ്യനും അവന്റെ ഹന്തകൾക്കുമപ്പുറം എല്ലാം നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുടെ കേന്ദ്രമുണ്ട്. അവിടേക്കാണ് അവർ പോയത്. പ്രളയജലം അതിനൊരു കേവല കാരണം മാത്രം.
ചിതറുന്നു മർത്യനും പല ദിക്കിലായി. മരണം മുഖാമുഖം കാണുന്ന മാത്രയിൽ അറിയാതെ മക്കളെയും വേർപെട്ടുപോയി. ഉടുത്തുണി മാത്രമായി കരയിലേക്കെത്തിയ മർത്യന്റെ നെഞ്ചകം നേരിടുന്നു. ജന്മം തന്നവർ ജന്മം കൊടുത്തവർ എവിടെയാണെന്നറിയാതെ തേങ്ങി. കുത്തിയൊഴുകുന്ന മലവെള്ളപ്പാച്ചിലിൽ ഉയരുന്നു മർത്യന്റെ നിലവിളിയും. പ്രാണനു വേണ്ടി പിടയുന്ന നേരത്ത് ഉയരുന്നു പ്രളയത്തിൽ പല കൈകളും. ഇന്ന് നാം കാണുന്ന ദുരന്തങ്ങൾ ഓരോന്നും മനുഷ്യനിർമ്മിതമാണ്. പണത്തിനും പ്രതാപത്തിനും അധികാരത്തിനും വേണ്ടി പ്രകൃതിയെപ്പോലും ചൂഷണം ചെയ്യുന്ന സ്വാർത്ഥമോഹങ്ങളുടെ സാധൂകരണത്തിനായി തച്ചു തകർക്കുമ്പോൾ അവരോർക്കുന്നില്ല വരും തലമുറകളോട് ചെയ്യുന്ന ക്രൂരതയാണിതെന്ന്. ഇതിൽ വേദനിക്കുന്ന പ്രകൃതിയുടെ പ്രതികരണമാണ് ഇന്നീ കാണുന്ന പ്രളയം. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുമില്ല. മനുഷ്യൻ മാത്രം. അതെ, ആ മാനുഷികതയാണ് നമുക്കാവശ്യം. ജാതി മതഭേദമില്ലാതെ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്ന, സ്വന്തം മാതാപിതാക്കളെ മനസ്സിനോട് ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല നാളേക്കായി. സ്വന്തം ശരീരം ചവിട്ടുപടിയാ